ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് SCERT-യിലെ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ഒരു 2 യൂണിറ്റ്സ് വീതമാണ് കേട്ടോ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറയലുണ്ട്, SCERT ചാപ്റ്റേഴ്സ് നോക്കുന്നത് PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി 5ാം ക്ലാസ് മുതൽ നമ്മൾ 10ാം ക്ലാസ് വരെ SCERT ബുക്കുകൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ താഴെത്തട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങി റിവിഷൻ ആയിട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ പലരും SCERT നോക്കിയിട്ടുണ്ടാകും എന്ന്, കാരണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗം തന്നെയാണല്ലോ അത്. നോക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ആയിട്ട് SCERT നോക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള കരുതലോടെ ചെലവിടാം എന്ന് പറയുന്ന 4th ചാപ്റ്റർ ആണ് കേട്ടോ. കരുതലോടെ ചെലവിടാം, എങ്ങനെ? നോക്കിയും കണ്ടും ചെലവാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ നമ്മുടെ വീട്ടില് നമ്മുടെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നോക്കിയും കണ്ടും ഒക്കെ അല്ലേ ചെലവാക്കുന്നത്. ലാവിഷായിട്ട് ചെലവാക്കുന്നവരും ഉണ്ടായിരിക്കും, പക്ഷെ കൂടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെയൊക്കെ നമ്മൾ നോക്കി കണ്ടൊക്കെ ചെലവാക്കുന്നുണ്ടാകൂലേ. അതാണ് കുട്ടികൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ കരുതലോടെ ചെലവിടാം, നമുക്കും നോക്കാം എങ്ങനെ കുഞ്ഞുങ്ങളെ കരുതലോടെ ചെലവിടാം എന്ന് പഠിപ്പിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോ അതിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും PDF കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അതിന് പറയുന്ന പേരാണ് വരുമാനം. ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾക്ക്, ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ എന്താ പല അംഗങ്ങൾ ഉണ്ടാവും. നമ്മുടെ അച്ഛൻ, അമ്മ, അച്ഛൻ, ചേട്ടൻ, അങ്ങനെ ഓരോരുത്തരും ഉണ്ടാവും. ഇവരെല്ലാവരും ജോലിക്കാരാണെന്ന് നിങ്ങൾ വിചാരിച്ചേ. ഓരോരുത്തരും ഓരോ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെയൊക്കെ വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് അവർക്കൊക്കെ കിട്ടുന്ന വരുമാന സ്രോതസ്സുകൾ എന്താണോ അതിനെയാണ് അവർക്ക് ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം, അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്താണോ അതിനെയാണ് വരുമാനം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് പല സ്രോതസ്സുകളിൽ നിന്നിട്ടായിരിക്കും. ഇപ്പൊ ഒരു കുടുംബത്തിലെ അച്ഛൻ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിലെ വർക്ക് ചെയ്യുന്ന വിചാരിച്ചോ, ചേട്ടൻ ഒരു അധ്യാപകനാണെന്ന് വിചാരിച്ചോ, അവർക്ക് രണ്ടുപേർക്കും വരുമാനം കിട്ടുന്നത് രണ്ട് സ്രോതസ്സുകളിൽ നിന്നിട്ടാണ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് വരുമാനം. ഒരു കുടുംബത്തിന്റെ വരുമാനം, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? വരുമാനം. വരുമാനം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഇപ്പോ അച്ഛൻ ഒരു പ്രൈവറ്റ് സെക്ടറിലും മകൻ ഒരു സ്കൂളിലുമാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാണ്? അച്ഛന് ശമ്പളം കൊടുക്കുന്ന ആരാണ്? ആ പ്രൈവറ്റ് സെക്ടറുകാരാണ്. മകന് ശമ്പളം കൊടുക്കുന്ന ആരാണ്? മകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്കൂളുകാരാണ്. അപ്പൊ അവരാണ്, അതായത് ആ സ്കൂളും ആ പ്രൈവറ്റ് സെക്ടറുമാണ് അവരുടെ വരുമാന സ്രോതസ്. അതായത് നമ്മൾ എന്തിലാണോ പണിയെടുക്കുന്നത്, ആ നമുക്ക് പണിയെടുക്കുന്നതിന്, അതിന് ജോലി ചെയ്യുന്നതിന് നമുക്ക് ക്യാഷ് തരുന്ന, പൈസ തരുന്ന സ്ഥാപനത്തിന് എന്താണോ അതാണ് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. പ്രതിഫലം, നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം നമുക്ക് കിട്ടുന്നത്, അത് പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അടുത്തത്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. അതായത് ഓരോരുത്തരുടെ ആവശ്യങ്ങളെ നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ള പലത്തെ നിറവേറ്റാനില്ല താനും. എന്നാൽ ഒരാളുടെ അത്യാഗ്രഹത്തെ നിറവേറ്റേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ് കേട്ടോ. അപ്പോ ഗാന്ധിജി പറഞ്ഞ വാചകമാണ്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും എന്ന് അഭിപ്രായപ്പെട്ടത് അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അടുത്തത് കുടുംബത്തിന്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കണ്ട് ആ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? കുടുംബ ബഡ്ജറ്റ്. അതായത്
നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ചിലപ്പോൾ എല്ലാ ദിവസവും പാല് മേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം പാലിന് എത്ര പൈസ ആകുന്നുണ്ട്, അങ്ങനെ ടോട്ടൽ പാലിന് വേണ്ടി ചെലവിട്ടത് എത്ര എത്ര പൈസയാണെന്നൊക്കെ ചിലപ്പോൾ കണക്ക് കൂട്ടി വെക്കുന്നുണ്ടാകും. അപ്പൊ ഒരു കുടുംബത്തിന്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കണ്ട് ആ കണക്കുകൾ എഴുതി, അതായത് ചെലവ് വരവ് കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എഴുതി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? കുടുംബ ബഡ്ജറ്റ് എന്നാണ്. ഇംഗ്ലീഷിലെ ഫാമിലി ബഡ്ജറ്റ്, ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു പരിപാടി, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദറോ കാര്യങ്ങളോ ഒക്കെ വെച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ ആ ഗെറ്റ് ടുഗെദറിന് അതായത് എല്ലാവരും കൂടെ കൂടുന്ന ആ ഒരു പരിപാടിക്ക് എത്ര ചെലവ് വരും, എത്ര വരവ് വരും, അങ്ങനത്തെ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അത് വരവ് ചെലവ് കണക്ക് വരും വേണം, ഉത്സവം നടത്തുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അത് പണം ചെലവ് കാണാൻ വരുന്നവർക്ക് സംഭാവനയായിട്ട് ഒരു 10 രൂപ നിക്ഷേപം എന്ന് പറഞ്ഞാലോ എങ്ങനെ ഇരിക്കും? അപ്പോ അതും വേണ്ട, രൂപ മുടക്കിയിട്ടാണ് തിയേറ്ററിൽ ഒരു പടം ഇറങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പടം 3 കോടി രൂപയ്ക്കാണ് ഇറക്കിയെന്ന് വിചാരിച്ചു. ജനങ്ങൾ കാണാൻ ചെല്ലുന്നതിനനുസരിച്ചാണ് അവർക്ക് ആ മുടക്കിയ തുക തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പൊ 3 കോടി മുടക്കിയതിന് ആ ഒരു ഡയറക്ടർക്ക് തിരിച്ചൊരു 8 കോടി 9 കോടിയോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്ന് ലാഭമാണ് കിട്ടിയിട്ടുള്ളത്. മറിച്ച് 3 കോടി മുടക്കിയിട്ട് അയാൾക്ക് 1 കോടി മാത്രം കിട്ടിയിട്ടുള്ളെങ്കിൽ എങ്ങനെയാണ്? അയാൾക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിന് പറയുന്ന പ്രവർത്തന ബഡ്ജറ്റ് എന്നാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പ്രവർത്തിക്കുന്നതിന് കിട്ടുന്ന ബഡ്ജറ്റ്, അതാണ് പ്രവർത്തന ബഡ്ജറ്റ്. അടുത്തത് സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് സെക്യൂരിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. എങ്ങനെ? സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് സെക്യൂരിറ്റി. കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം എന്താണ്? വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നത്. അതായത് ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ നല്ല ടൈറ്റ് അനുഭവപ്പെടാറില്ലേ ചില മാസങ്ങളിൽ പൈസയ്ക്ക്? എന്തുകൊണ്ടായിരിക്കാം? അതായത് നമ്മൾ ചെലവ് കൂടുതലായിരിക്കും ആ ഒരു മാസം. ഇങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ മാസം ഭയങ്കര ചെലവ് കൂടുതലായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുണ്ട്. അതായത് കിട്ടുന്ന വരുമാനത്തെക്കാൾ, ഫോർ എക്സാമ്പിൾ ഒരു കുടുംബത്തില് ഒരാൾക്ക് ആ ഒരാളുടെ, അതായത് നമ്മുടെ അച്ഛനാണെന്ന് വിചാരിക്കുക, നമ്മുടെ അച്ഛന്റെ വരുമാനത്തിലാണ് ആ കുടുംബം മുഴുവൻ കഴിഞ്ഞു പോകുന്നതെന്ന് കരുതാം. അപ്പൊ അച്ഛന് ഇപ്പൊ ഒരു 10,000 രൂപയാണ് സാലറി എന്ന് കരുതുക. അപ്പൊ അച്ഛന് 10,000 രൂപ സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ വീട്ടിൽ 12,000 രൂപയുടെ ചെലവുമാണ്. അപ്പൊ അതെന്താണ്? വരുമാനത്തെക്കാൾ കൂടുതൽ, അച്ഛന് കിട്ടുന്ന ഈ 10,000 രൂപയേക്കാൾ കൂടുതൽ ചെലവ് വരികയാണ്. എത്രയോളം ചെലവുണ്ട്? 12,000 രൂപയോളം ചെലവ് വരികയാണ്. അങ്ങനെയാണ് ഈ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി ചെലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ മിച്ചം വെക്കുന്ന തുക, അതിനാണ് കുടുംബത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന് 10,000 രൂപയാണെന്ന് വിചാരിച്ചോ ശമ്പളം കിട്ടുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? അതിനൊരു 3,000 രൂപയുടെ ചെലവ് മാത്രമേ അന്നൊരു മാസം ആ വീട്ടിൽ ഉണ്ടായുള്ളൂ എന്ന് കരുതുക. സങ്കല്പിക്കാൻ പറയുന്നതാണ് കേട്ടോ. ഒരു വീട്ടിൽ എങ്ങനത്തെ ഏതൊക്കെ തരത്തിലുള്ള ചെലവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് അവനവന്റെ വീട്ടിലുള്ളവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നതാണ്. അതായത് ഇപ്പൊ 10,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ വീട്ടിൽ 3,000 രൂപയോളം ആണ് ആ ഒരു മാസം ചെലവായിട്ടുള്ളത്. ബാക്കി ഉള്ള തുക, അതായത് ബാക്കി 7,000 രൂപ അയാൾ മിച്ചം വെച്ചു. മിച്ചം വെച്ചു എന്നല്ല, അയാൾക്ക് മിച്ചം വന്നു. 3,000 രൂപയോളം ചെലവെടുത്ത് 7,000 രൂപയോളം അയാൾക്ക് മിച്ചം വന്നപ്പോൾ അതെന്താ? ആ കുടുംബത്തിന്റെ സമ്പാദ്യമായിട്ട് മാറി. ബാക്കി 7,000 രൂപ എന്ന് പറയുന്നത് 3,000 രൂപ ചെലവഴിച്ച തുകയുമായിട്ട് മാറി. അപ്പം ചെലവ് വരുന്നതിനേക്കാൾ കുറവാകുമ്പോൾ മിച്ചം വെക്കുന്ന തുകയാണ് കുടുംബത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതും റെഡിയായി എന്ന് കരുതുന്നു. ഇനി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? സമ്പാദ്യമാണ്. അതായത് നമുക്ക് സമ്പാദ്യം ഉണ്ടെങ്കിലേ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയും. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ
പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? സമ്പാദ്യം തന്നെയാണ്. മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചിലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യം എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം. അതായത് ഒരു കുടുംബം മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് ജീവിച്ചു തീർക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ അവര് അന്നന്നത്തേക്കുള്ളത് മാത്രമല്ലാതെ ഭാവിയിലേക്കും വേണ്ടി കരുതി വെക്കുന്നുണ്ട്. ഭാവിയിലേക്കും പല കാര്യങ്ങളും പല എന്താണ് അവരുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഭാവിയിലേക്കും കരുതി വെക്കുന്നുണ്ട്. അതിനെയാണ് സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ LIC പോളിസി ഒക്കെ എടുക്കുന്നത് മാതിരി. അതായത് നമ്മൾ എന്താ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 5 ലക്ഷത്തിന്റെ പോളിസി എടുത്തു. എന്നിട്ട് നമ്മൾ എല്ലാ മാസം അതിലേക്ക് ഈ 5 ലക്ഷത്തിന്റെ പോളിസിക്ക് അടയ്ക്കാൻ ഒരു ഗഡു ഉണ്ടാവും. ആ ഗഡു നമ്മളിങ്ങനെ അടച്ചിടുന്നു. അകാലത്തില് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ നമ്മൾ ആ അടച്ച തുകയുടെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതായത് 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തെങ്കിൽ നമ്മൾ ഗഡുകൾ കൃത്യമായിട്ട് എല്ലാ മാസവും നമുക്ക് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക നമ്മൾ പോളിസിയിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടാണോ പോളിസികൾ അടച്ചിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞ് എന്താ LIC നമുക്ക് ആ അടച്ച തുകയിനേക്കാളും കൂടുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അവർ തിരിച്ച് ഇങ്ങോട്ട് തരുകയും ചെയ്യും. അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്ത തുകയേക്കാളും കൂടുതൽ നമുക്ക് കിട്ടും. അതാണ് പറയുന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. അതായത് ഭാവിയിലേക്കുള്ള ചെലവും കൂടി നോക്കിക്കണ്ട് നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യത്തിനെ പറയുന്നത് എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷത എന്താണ്? മിതവ്യയ ശീലം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്ന മിതവ്യയ ശീലം എന്ന് പറയുന്നത് അതായത് ആവശ്യത്തിന് മാത്രം ചെലവാക്കുന്ന രീതി. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി അതായത് എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി നോക്കിയും കണ്ടും വരുമാനം ചെലവാക്കുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയ ശീലം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ ആയി കണക്കാക്കുന്ന കാലയളവ് എന്താ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് എങ്ങനെ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ ഈ ചാപ്റ്റർ? സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്താ ഒന്നുകൂടി നമുക്ക് ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു കുടുംബത്തിന്റെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. കുടുംബത്തിന്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കണ്ട് ആ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? കുടുംബ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയും. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിനെ പറയുന്നത് എന്താണ്? പ്രവർത്തന ബഡ്ജറ്റ്. അടുത്തത് സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് സെക്യൂരിറ്റി. കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം എന്താണ്? വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ചെലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ മിച്ചം വെക്കുന്ന തുക പറയുന്നത് എന്താണ്? കുടുംബത്തിന്റെ സമ്പാദ്യം. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? സമ്പാദ്യമാണ്. മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യം എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയ ശീലം. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് എങ്ങനെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ കേട്ടോ. ശ്രദ്ധിക്കണേ, മാറിപ്പോരുതേ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അത് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 31 അല്ല കേട്ടോ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോ നമ്മളിതാ ഇത് ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. ഇത്ര തന്നെ അതിൽ പഠിക്കാനുള്ളൂ. എന്താണ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 5ാം ക്ലാസ്സിൽ തന്നെ 9ാമത്തെ യൂണിറ്റ്
ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, അതിന്റെ പേരിൽ തന്നെയുണ്ട്. ജനങ്ങൾ എന്താ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, അതിന് ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം എന്താണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി അതേതാണ്, ഗ്രാമസഭ. അതായത് ഓരോ വാർഡിന്റെയും വികസന പ്രവർത്തനങ്ങൾ ഡിസൈഡ് ചെയ്യാൻ, അതായത് തീരുമാനിക്കാനുള്ള വേദി ഏതാണ്, ഗ്രാമസഭയാണ് കേട്ടോ. ഇപ്പോ വാർഡ് തലത്തിലോ നമ്മൾ ഓരോരുത്തരും ഓരോ വാർഡിലാണല്ലോ താമസിക്കുന്നത് അല്ലെ, ആ വാർഡിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് എന്താണ് നിറവേറ്റുന്നത്. പിന്നെ നഗരങ്ങളിലെ ഗ്രാമസഭ അറിയപ്പെടുന്നത് എന്താണ്, നഗരങ്ങളിലെ സിറ്റികളിലെ, ഫോർ എക്സാമ്പിൾ എറണാകുളം, ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റികൾ കേട്ടോ. അപ്പൊ നഗരങ്ങളിലെ എന്താണ് ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ് കേട്ടോ. അപ്പൊ നഗരങ്ങളിലെ ഗ്രാമസഭ അറിയപ്പെടുന്നത് എന്താണ്, വാർഡ് സഭയാണ്. മുകളിൽ പറഞ്ഞ എന്താണ്, ഗ്രാമങ്ങളിലെ ഗ്രാമസഭ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭ എന്ന, നഗരങ്ങളിലേക്ക് വരുമ്പോൾ ഇത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. വാർഡുകളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്നത് എന്താണ്, വാർഡ് മെമ്പർ. നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ എന്താണ് വാർഡിൽ ഒരു വാർഡ് മെമ്പർ, അയാളാണ്. അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്നത് എന്താണ്, വാർഡ് മെമ്പർ എന്നാണ്. അടുത്തത് ഒരു കോട്ടാണ്, എന്താണ് ഗാന്ധിജി പറഞ്ഞതാ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്, മഹാത്മാഗാന്ധിയാണ്. അത് ജനാധിപത്യ ഭരണം, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യം ഏതാണ്, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്, മഹാത്മാഗാന്ധിയാണ്. നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് എന്താണ്, കൗൺസിലർ എന്നാണ്. നഗരങ്ങളിലാണെങ്കിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലർ, ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നാണ്. പക്ഷെ നഗരങ്ങളിൽ എന്താണ്, കൗൺസിലർ എന്നാണ് ആരറിയപ്പെടുന്നത്, വാർഡ് മെമ്പർ അറിയപ്പെടുന്നത്. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളികളാകാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പൗരനും നമ്മുടെ ഭരണത്തിൽ പങ്കാളികളാകാൻ കഴിയുന്ന ഭരണ സംവിധാനത്തെ പറയുന്നത് എന്താണ്, ജനാധിപത്യം എന്നാണ്. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന, ജനാധിപത്യം എന്നെന്താ, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യം, അതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ ഇംഗ്ലീഷ് വാക്കാണ് എന്ത്, ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ്. അതായത് ഡെമോക്രസി ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്, ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. മറക്കരുത്, ഓർത്ത് വെക്കുക. ഇപ്പൊ ഇവിടെ ഈ ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന സംഭവം, അതായത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വേണമെങ്കിൽ പഠിച്ചോണ്ട്. കാരണം ഓപ്ഷൻസിൽ ഈ ഡെമോക്രാറ്റിയ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ മലയാളം കൃത്യമായിട്ട് വായിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ പാടുപെടും. ഇപ്പൊ ഡെമോക്രാറ്റിയ എന്ന് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോവാന്. അതായത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഓരോന്ന് എടുത്തു വേണം, ഡേ മോ എന്നുള്ളത് ഈ എന്താണ് മുകളിലേക്ക് ചുറ്റിക്കെട്ടിയിട്ടുള്ള കുലുപ്പിട്ടിട്ടുള്ള മോയാണ്, ക്രാറ്റിയ എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നതാക്കാട്ടോ. കാരണം ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡെമോക്രാറ്റി നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ ഡെമോക്രാറ്റിയ 4 ഓപ്ഷനും ചിലപ്പോൾ ഡെമോക്രാറ്റിയ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വായിക്കുക. പക്ഷെ യഥാർത്ഥ അക്ഷരം അറിയില്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് അർപ്പിക്കുന്നത് തെറ്റിപ്പോകും. അപ്പോൾ അത് എഴുതി വേണമെങ്കിൽ തന്നെ പഠിച്ചോണ്ട്. അപ്പൊ മനസ്സിലാലോ. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ്. സോറി, കൈ തട്ടിയതാ. അടുത്തത് ഈ ഡെമോക്രാറ്റിയ എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ്. അപ്പൊ ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന പദം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഗ്രീക്ക് ഭാഷ. നിങ്ങൾ ഓർപ്പിച്ചോ,
ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന പദം ഏത് ഭാഷയിൽ നിന്നാണെന്ന് എന്താണ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന്റെ കൂടെ എന്തായാലും ഓപ്ഷനിൽ ഒരു ലാറ്റിൻ ഉണ്ടാവും, പിന്നെ വേറെ പല ഭാഷകളിലും അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ PSCയിൽ കൂടുതലും ലാറ്റിൻ ഫോമുകളാണ് പഠിക്കല്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു പല വാക്കുകളുടെയും ലാറ്റിൻ വാക്കാണ്, ലാറ്റിൻ ഭാഷയിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെ ലാറ്റിൻ പദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളത്. അപൂർവമായിട്ടേ ഗ്രീക്ക് ഭാഷ വരലുള്ളൂ. ഗ്രീക്ക് പദമാണെന്ന് അപൂർവമായിട്ടേ കാണലുള്ളൂ. ഇപ്പൊ ഡെമോക്രാറ്റിയ എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ലാറ്റിൻ കൊണ്ടുപോയിട്ട് കറപ്പിക്കാൻ നിൽക്കരുത്. ഡെമോക്രാറ്റിയ ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് നല്ലോണം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഡെമോക്രാറ്റി എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഈ ലാറ്റിൻ എന്ന് പറയുന്ന സംഭവമേ അല്ല കേട്ടോ. ലാറ്റിൻ പദങ്ങൾ ചോദിക്കലുണ്ട്, കൂടുതലും PSCയിൽ ലാറ്റിൻ പദങ്ങളാണ് ചോദിക്കുക. പക്ഷെ ഈ LDC പോലുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ കാർഡ്സ് കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ ഡെമോക്രാറ്റിയ എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. ഇനി ഡെമോസ്. ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനം. ജനം എന്നാണ് ഡെമോസ് എന്ന വാക്കിനർത്ഥം. ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനം. ക്രാറ്റോസ്. ക്രാറ്റോസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ശക്തി. ക്രാറ്റോസ്. ഡെമോക്രാറ്റിക്സ്. അപ്പോ ഡെമോ എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് പാർട്ട് സ്പ്ലിറ്റ് ചെയ്ത ഡെമോ എന്ന് പറഞ്ഞാൽ ജനമെന്നും ക്രാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശക്തി എന്നുമാണ്. അപ്പൊ എന്താ ചുരുക്കം പറഞ്ഞാൽ ജനശക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പോൾ ഡെമോസ് എന്ന വാക്കിന് അർത്ഥം എന്താ? ജനം. ക്രാറ്റോസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ശക്തി. ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ ജനശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് നോക്കുക. ഇനി ഡെമോ ഒന്നുകൂടി പറയാം. ഡെമോ ജനം, ഡെമോസ് ജനം, ക്രാറ്റോസ് എന്താ? ശക്തി. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ജനാധിപത്യം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ. നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നമ്മുടെ ഭരണാധികാരികൾ അവിടെ ഇരിക്കുന്നത്. അല്ലാതെ അവര് ഏകാധിപത്യ ഭരണമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ജനാധിപത്യ ഭരണമാണ്. അതായത് നമ്മള് എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അതായത് ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ കേട്ടോ, ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ സ്ഥാനത്ത് കൊണ്ടു നിർത്തിക്കുന്ന മുഖ്യമന്ത്രിയും പ്രസിഡന്റും പിന്നെ എന്താണ് പ്രധാനമന്ത്രിയൊക്കെയാണ് നമ്മുടെ ഈ നാട്ടില് ഈ രാജ്യത്തുള്ളത്. അപ്പൊ ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം, അത് ശ്രദ്ധിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ജനാധിപത്യം എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്താണ്? സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച വ്യക്തി എന്നൊക്കെയല്ലേ. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ് എന്നത് മനസ്സിലാക്കുക. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് എന്ത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പോ അത് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. ഒരു ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു എങ്കിൽ ആ ജനാധിപത്യം അറിയപ്പെടുന്നത് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം. ഒരു ജനാധിപത്യത്തില് പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു എങ്കിൽ, അതായത് ജനങ്ങൾ നേരിട്ടിറങ്ങി ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യത്തിന് പറയുന്ന പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പൗരനാണ് അല്ലെ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ നേരിട്ട് ഇറങ്ങിയ ഒരു പ്രധാന തീരുമാനം അങ്ങോട്ട് എടുക്കുകയാണ്. ഒരു ജനാധിപത്യത്തെ എന്റെ കൂടെ കുറെ അനുനായികളും ഉണ്ട് എന്ന് വിചാരിച്ചു. ഞാൻ നേരിട്ട് എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അതിനെ പറയുന്നത് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ, ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ്? താഴെ വലിയൊരു കൺഫ്യൂഷൻ ഫാക്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യം ഒന്ന് തറവാക്കാം മൈൻഡില്. ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നുവെങ്കിൽ ആ ജനാധിപത്യം അറിയപ്പെടുന്നത് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. ഇനി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന രൂപത്തിലുള്ള ജനാധിപത്യം അറിയപ്പെടുന്നത് എന്താണ്?
പരോക്ഷ ജനാധിപത്യം, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ, അതായത് നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ, ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന രൂപത്തിലുള്ള ജനാധിപത്യം അറിയപ്പെടുന്നത് എന്താണ്? പരോക്ഷ ജനാധിപത്യം. അപ്പൊ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നത് പരോക്ഷ ജനാധിപത്യമായിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന രൂപത്തിലുള്ള ജനാധിപത്യം അറിയപ്പെടുന്നതാണ് പരോക്ഷ ജനാധിപത്യം. അപ്പോ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജനങ്ങൾ നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നതിനെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നത്. ഈ പ്രത്യക്ഷ ജനാധിപത്യം പരോക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, കൃത്യം അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, ഞാൻ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, മാറിപ്പോരുതെന്ന്. എടാ മാറിപ്പോകും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, മാറിപ്പോകരുത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് നല്ലോണം അറിയുന്ന ചില ക്വസ്റ്റ്യനുകളുടെ ഉത്തരമാണെന്ന് വിചാരിച്ചോ. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിള് എന്നിലൂടെ എന്ന് പറയുന്ന ഒരു കൃതി, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയാണ് എന്നിലൂടെ എന്ന് പറയുന്ന ഒരു കൃതി എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഈ എന്നിലൂടെ എന്ന് പറഞ്ഞ കൃതി ഇത് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. കുഞ്ഞുണ്ണി മാഷ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഞ്ഞു, അല്ലെങ്കിൽ കുമാരനാശാൻ, അങ്ങനെ പറഞ്ഞ ഈ കുഞ്ഞുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകൾ മുഴുവനും അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ തറവായിട്ടായിരിക്കും പഠിച്ചിട്ട് പോയിട്ടുണ്ടാവുക. എന്നിലൂടെ എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ്, എന്നിലൂടെ എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ്, ഇങ്ങനെ പറഞ്ഞ് പഠിച്ചായിരിക്കും നമ്മൾ അവിടുത്തെ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകും. കുഞ്ഞുണ്ണി മാഷാണോ അത് കുമാരനാശാനാണോ എന്നിലൂടെ എഴുതിയത്? അതുകൊണ്ട് തന്നെ പറഞ്ഞ മനസ്സിരുത്തി പഠിക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അത് ആണ്, നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, ആണല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അറിവ് നേടാൻ കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന്. അപ്പൊ എന്താ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോലും ഇത് നമ്മൾ ഫ്രസ്ട്രേഷൻ വെച്ച് പഠിക്കും. അയ്യോ എനിക്ക് ജോലി കിട്ടണല്ലോ, അയ്യോ എനിക്ക് LDC ഒക്ടോബർ 19 ആകുമ്പോഴത്തേക്ക് എഴുതിയെടുക്കണല്ലോ, അയ്യോ ഇതിനെല്ലാത്തിനും അയ്യോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് മൈൻഡോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നേ? അപ്പൊ നമ്മൾ ഈ പഠിച്ചതിൽ കൺഫ്യൂഷൻ ഫാക്ട്സ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് ഓപ്ഷൻ കണ്ടാലും നമുക്ക് അറിയുന്നത് നമുക്ക് കറപ്പിക്കാൻ പറ്റില്ല, നമ്മൾ കൊണ്ടുപോയി തെറ്റ് കറപ്പിച്ചു വെക്കും. എന്നാൽ ഇങ്ങനൊരു മെന്റാലിറ്റിയിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഒരു അറിവാണ്. നമ്മളിപ്പം എന്താണ് ന്യൂസ് കാണുന്നു, ന്യൂസ് പേപ്പർ വായിക്കുന്നു, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതിനെ കാണുക. ജോലിക്ക് അപ്പുറം എന്നുള്ളതിന് നിങ്ങൾക്ക് അറിവ് നൽകുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതൊരു അറിവ് തന്നെയാണ്. അപ്പോ ആ ഒരു നിലയ്ക്ക് നിങ്ങൾ ഈ ഒരു PSC അപ്രോച്ച് ചെയ്യുക. ഒരു ജോലി കിട്ടാന്നുള്ളതിന് അപ്പുറം. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്താൽ എന്താ, നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടും. ഞാനൊരു ഇടയ്ക്കൊരു ടിപ്പ് പറഞ്ഞു തരുന്നതാണ്. ഇത് ടിപ്പാണോ അങ്ങനെയൊന്നല്ല, ഓരോരുത്തരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എങ്ങനെ? പ്രായപൂർത്തിയായവർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത്? 18 വയസ്സ് പൂർത്തിയായത്. ആണിനായാലും പെണ്ണിനായാലും 18 വയസ്സ് പൂർത്തിയായാലേ എന്താ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൺഫ്യൂഷൻ ഫാക്ട്സ് വരാൻ വേണ്ടിയിട്ട് കൊടുക്കും. 18 തൊട്ട് താഴെ നോക്കിക്കോ 21 ഉണ്ടാവും. ഈ പ്രായപൂർത്തി 18, 21 എന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടികളുടെ കല്യാണ പ്രായം എത്രയാ? 18 ആണ്. ആൺകുട്ടികളുടെ കല്യാണ പ്രായം എത്ര? 21 നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വോട്ടവകാശത്തിന് ആണിനും പെണ്ണിനും 18 വയസ്സ് തന്നെയാണ് കേട്ടോ. പക്ഷേ കല്യാണപ്രായമാണ് രണ്ടാണെന്ന് മനസ്സിലാക്കുക. കല്യാണപ്രായത്തിനാണ് 21 വയസ്സ് ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിലും ഒരു കൺഫ്യൂഷൻ ഫാക്ട് വരുന്നുണ്ട്. 18 ആണോ 21 ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, വോട്ടിന് ആണിനും പെണ്ണിനും 18 തികഞ്ഞാൽ വോട്ട് ചെയ്യാം. പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിലാണ് പെണ്ണിന് 18 ആണിന് 21 ആയാലേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിൽ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത്? 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി
ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അമർത്യ സെൻ ആണ് കേട്ടോ. എങ്ങനെ? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അമർത്യ സെൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചില ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെ 6 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംഭവം പോകുന്നത്. ഇത് ഓർഡർ ബേസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോ. കാരണം ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ PSC ചോദിക്കലുണ്ടാകുമല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഈ 6 എണ്ണവും ഒരേപോലെ തന്നെ ക്രമീകരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡിട്ടോ, കത്തിര നാമ നാമ വോ വോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു പാട്ട് പോലെയോ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഒരു ശ്ലോകോ അങ്ങനെ എന്തെങ്കിലും പറയാം. അതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു കോഡൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കല് ഒന്നാമത്തെ ഘട്ടം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല് രണ്ടാമത്തെ ഘട്ടം, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മൂന്നാം ഘട്ടം, നാലാം ഘട്ടം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, അഞ്ചാം ഘട്ടം വോട്ടെടുപ്പ്, ആറാം ഘട്ടമാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പോകുന്നത്. ഓർഡർ വൈസ് തന്നെ പഠിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കോഡിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം കോഡിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വാക്കെന്ന പോലെ ഒരു പാട്ടെന്ന പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ മൈൻഡിൽ നിന്ന് മാറിയില്ല. ഇനി ജനാധിപത്യ കോഡ് ഇടുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കോഡുകൾ എന്തെങ്കിലും ഇടണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സെയിം കോഡ് ഒരിക്കലും വേറെ ഒന്നിലും വരാൻ പാടില്ല. അതായത് വേറൊരു കാര്യത്തിലും സെയിം കോഡ് ഇട്ട് വെക്കാൻ പാടില്ല. അവിടെയും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പുറത്ത് പറയാൻ, അതായത് മറ്റുള്ളവരോട് പറയാൻ എന്താണ് ലജ്ജ തോന്നുന്ന തരത്തിലുള്ള കോഡുകളൊക്കെ ഇട്ടിട്ട് വരുന്നു. അതെന്താ അത്രയ്ക്ക് നമുക്ക് തലയിൽ നിൽക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കോഡുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് പഠിയാതെ അവനവന്റെ ജെൻഡറിൽ പെടുന്നവരോട് ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അതായത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൺകുട്ടികളൊക്കെ അങ്ങനെ പല കോഡുകളൊക്കെ ഇട്ടാണ് അങ്ങനത്തെ, അതായത് ഭയങ്കര അരോചകമായിട്ടുള്ള കോഡുകളൊക്കെ ഇടുമ്പോ എന്താ എപ്പോഴും മൈൻഡിൽ നിന്ന് അത് മാറൂല. അങ്ങനെയാണ്. അതൊരു ഇത് തന്നെയാണ്. എന്താണ് ഒരു നമുക്ക് വേണമെങ്കിൽ പ്രകൃതി നിയമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിന് പറയാം. എന്തായാലും അങ്ങനെയൊക്കെ ഇട്ട് ശ്രമിക്കാനും അങ്ങനെയൊക്കെ ഇട്ട് കോഡിട്ട് പഠിക്കാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങൾ എന്താണ്? നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിഷേധം. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങളാണ് നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിഷേധം. എത്ര എണ്ണം? 5 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ നിയമത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഈ 5 ഘട്ടങ്ങളും നോക്കി വെക്കുക, പഠിക്കുക. ഇനി അടുത്തത്, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് എന്ത്? നിയമവാഴ്ച എന്ന് പറയുന്നത്. അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നാണ് പറയുന്നത്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതായത് ഇന്ന ഒരാൾക്കൊരു നിയമം, ഇന്ന വേറൊരുത്തനൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. നിയമങ്ങൾ എന്താണോ അത് ആണിനായാലും പെണ്ണിനായാലും അത് തുല്യമാണ്. ആരും നിയമത്തിന് മുന്നിൽ അതീതരല്ല എന്ന് പറയുന്നതിനാണ് എന്ത്? നിയമവാഴ്ച എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകിയിരിക്കണം. അതിന് പറയുന്നത് ആ നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമമാണ് കേട്ടോ. അത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? അത് ഇടയ്ക്ക് ചോദിക്കലുണ്ട് കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നിർബന്ധിത വിദ്യാഭ്യാസവും സൗജന്യ വിദ്യാഭ്യാസവും കൊടുക്കേണ്ടത് എന്നുള്ളത്? അപ്പൊ ഓർത്ത് വെക്കുക, 14 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സംഭവം. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, അവരെന്താ SSLC 15-ാമത്തെ വയസ്സിൽ SSLCക്ക് കിടക്കുമല്ലോ. അപ്പൊ 14 വയസ്സ് വരെ എന്തായാലും വിദ്യാഭ്യാസം നേടിയിരിക്കണം. 15 വയസ്സ് പിന്നെ നമ്മളുടെ വ്യക്തി താല്പര്യമാണ് നേടണോ വേണ്ടിയോ എന്നുള്ളത്.
പക്ഷെ ഈ 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്തായാലും കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അങ്ങനെ ഒരു ചോദ്യം ഇടയ്ക്ക് ഈ പ്രിലിംസിലൊക്കെ കാണലുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, പ്രിലിംസിലെ ചില ക്വസ്റ്റ്യൻസ് മെയിൻസിലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന് പെടുകയാണെങ്കിൽ കൺഫ്യൂഷൻ അടിക്കണ്ട. ഇത് അപ്പൊ എന്താണ് 14, 18, 21 ഒക്കെ തന്നെയായിരിക്കും മെയിൻ ഓപ്ഷൻ ആയിട്ട് അവിടെ കിടക്കുക. അപ്പൊ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന നിയമം എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ അനുവാദം നൽകുന്ന നിയമം അതേതാണ്? വിവരാവകാശ നിയമമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ, അതായത് കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ അനുവാദം ലഭിക്കുന്ന നിയമം എന്താണ്? വിവരാവകാശ നിയമമാണ്. അപ്പൊ ഈ ഒരു പൗരന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെന്ന് വിചാരിക്കാം. അത് അറിയണമെങ്കിൽ എന്താണ്? അയാൾ വിവരാവകാശ നിയമപ്രകാരം അതിന് അപേക്ഷ കൊടുക്കണം. അങ്ങനെ അത് എന്താണ്, അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റുന്നില്ല. മീൻസ് എല്ലാ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ വിവരങ്ങളും ഒന്നും ഒരാൾക്ക് എടുത്ത് കൊടുക്കാൻ കഴിയൂല. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റിന്റെ സാമ്പത്തിക എന്താണ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് രാജ്യത്തിന്റെ അതീവ സുരക്ഷയെ എന്താണ് മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് വിവരാവകാശം കിട്ടാന്ന് പറയുകയാണെങ്കിൽ അത് കൊടുക്കാൻ കഴിയില്ല. അത് നമ്മുടെ നിയമത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ. മറിച്ച് അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തിന്റെയെങ്കിലും, അതായത് വലിയ എന്താണ് ഗവൺമെന്റിനും പ്രശ്നമില്ലാതെ അത് അറിയുന്ന വ്യക്തിക്കും പ്രശ്നമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ആ വിവരം കൈവരിക്കാവുന്നതാണ്. എന്നാൽ രാജ്യത്തിനോ ഗവൺമെന്റിന്റെ സ്വത്തിനോ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയെ ഹാനികരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിവരാവകാശമാണ് ചോദിക്കുന്നതെങ്കിൽ അത് കൊടുക്കാനുള്ള നിയമം നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ അനുവാദം നൽകുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന് പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണ്, അല്ലെ? ഇപ്പൊ നമ്മളിവിടെ ഭരിക്കുന്നത് ആരാ? കേരളം ഭരിക്കുന്നത് ആരാ? LDF സർക്കാരാണ്. എന്നാൽ ഈ LDF സർക്കാർ ഭരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് ആരാണ്? പ്രതിപക്ഷം. നമ്മളിവിടുത്തെ പ്രതിപക്ഷം ഏതാണ്? UDF. പ്രതിപക്ഷത്തിന്റെ എന്താണ് അത് നയിക്കുന്നത് ആരാണ്? പ്രതിപക്ഷ നേതാവ് ആരാണ്? VV സതീശൻ, നമ്മുടെ, അല്ലെ? അപ്പൊ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ്. അപ്പൊ ആ ഒരു ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടി ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാവേ. എടാ മോക്ക് ടെസ്റ്റ് എന്തായാലും ഇടണം കേട്ടോ, എന്നാൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ. എന്താ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ആരും അറ്റൻഡ് ചെയ്യാതെ പോകരുത്. അപ്പം ഒന്നുകൂടി നോക്കാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ്? ഗ്രാമസഭ. നഗരങ്ങളിലെ ഗ്രാമസഭ അറിയപ്പെടുന്നത് എന്താണ്? വാർഡ് സഭ എന്നാണ്. വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്നത് എന്താണ്? വാർഡ് മെമ്പർ എന്നാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്നത് കൗൺസിലർ എന്നാണ്. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളികളാകാൻ കഴിയുന്ന ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത് ഡെമോക്രാറ്റിയ എന്ന പദത്തിൽ നിന്നാണ്. ഡെമോക്രാറ്റിയ എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ്. ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനം എന്നാണ്. ക്രാറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ശക്തി എന്നാണ്. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയ എന്താണ്? ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൻ. ഒരു ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു എങ്കിൽ ആ ജനാധിപത്യം അറിയപ്പെടുന്നത് എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്ന
രൂപത്തിലുള്ള ജനാധിപത്യം അറിയപ്പെടുന്നത് എന്താണ്? പരോക്ഷ ജനാധിപത്യം. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് തുടങ്ങിയ പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്നതിന് ഉദാഹരണമാണ്. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നൊക്കെ പറയുന്നത് എന്താ? തുടങ്ങിയവ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണങ്ങളാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിൽ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശമുള്ളത്? 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത്. ഇനി ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? അമർത്യ സെൻ ആണ്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ്, ഓർഡർ അനുസരിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. സോറി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി തോന്നുന്നു അല്ലേ? ഇനി ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങൾ: നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിഷേധം. ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കാൻ അനുവാദം നൽകുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പ്രതിപക്ഷം. അപ്പോ 5th സ്റ്റാൻഡേർഡിലെ 2 പ്രധാനപ്പെട്ട യൂണിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6ാം ക്ലാസ്സുകാരുടെ അടുത്തേക്ക് പോവാം. അതായത് ഇനി 6ാം ക്ലാസ്സുകാർക്ക് എന്താണ് SCERT ഉള്ളത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ട അത് SCERT നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട യൂണിറ്റ്സുകളാണ് ഈ എടുക്കുന്നത് കേട്ടോ. അതായത് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അതായത് എല്ലാം എടുക്കാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തു പോകുന്നത്. 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് കേരളം, മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCERT കേരളക്കരയിൽ എന്ന് പറഞ്ഞ പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനോട് ഏകദേശം സാമ്യമായിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ കുറച്ച് അഡീഷണൽ പോയിന്റ്സുകൾ വരുന്നുണ്ട്. അതായത് മണ്ണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേരളക്കരയിൽ പഠിച്ചതൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതിലേക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കുത്തിയിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരില്ല. കേരളക്കര നല്ലതുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിൽ ഈ മണ്ണിനങ്ങളാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളത്തിൽ എത്തുന്ന അരിയുടെ ഏറിയ പങ്കും എത്തുന്നത് സീമാന്ധ്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നാണ്. അപ്പൊ കേരളത്തിലേക്ക് വരുന്ന അരി ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് വരുന്നത്? സീമാന്ധ്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിൽ എത്തുന്ന അരിയുടെ ഏറിയ പങ്കും വരുന്നത് കേട്ടോ. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുൻപിലുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ആൾക്കാരാണ്, തമിഴ്നാട്ടുകാരല്ലേ. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുൻപിലുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇപ്പൊ ഓണമൊക്കെ ആവാനായില്ല, അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ കാണാമല്ലോ. അതൊക്കെ അധികം വരുന്നത് ഈ തമിഴ്നാടുകളിൽ നിന്നാണ്. ഇനി കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്താണ് എത്തരത്തിലുള്ള മണ്ണുകളുണ്ട്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. 4 തരത്തിലുള്ള മണ്ണുകളാണ് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. നന്നായിട്ട് പഠിക്കുക. എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ്, വനമണ്ണ്, ചെമ്മണ്ണ്. ഇത് 4ഉമാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട മണ്ണ് ഏതാണ്? അവിടെയും ചെമ്മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണും ഉണ്ട്. പക്ഷെ അവിടെ എന്താ അഡീഷണൽ ആയിട്ട് വരുന്നത്? കറുത്ത മണ്ണും തീരദേശ മണ്ണുമാണ്. അവിടെ എന്താ എക്കൽ മണ്ണില്ല. എക്കൽ മണ്ണും വനമണ്ണും അവിടെ ഇല്ല. മറിച്ച് എന്താ കറുത്ത മണ്ണും തീരദേശ മണ്ണുമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്, കറുത്ത മണ്ണ്, തീരദേശ മണ്ണ്. കേരളത്തിലേക്കാണെങ്കിൽ എക്കല്, ലാറ്ററൈറ്റ്, വനമണ്ണ്, ചെമ്മണ്ണ്. തമിഴ്നാട് ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്, കറുത്ത മണ്ണ്, തീരദേശ മണ്ണ്. ഓക്കെ.
അത് ഇതും പറയുന്ന പോലെ മാറിപ്പോരുത്. നമുക്ക് കറുത്ത മണ്ണും ഇല്ല, തീരദേശ മണ്ണും ഇല്ല കേട്ടോ. അത് തമിഴ്നാട്ടുകാർ കൊണ്ടുപോയി. പകരം എന്താ, നമുക്ക് വനമണ്ണും ഉണ്ട്, എക്കൽ മണ്ണും ഉണ്ട്, അവർക്കത് ഇല്ലെന്നാണ്. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്ററോളം മഴയാണ് നമ്മുടെ കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അത് 400 സെന്റിമീറ്റർ ഒക്കെ ആയിട്ടുണ്ട്, ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് കേട്ടോ. പക്ഷെ SCERT ഇപ്പോഴും പറയുന്നത് 300 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ നിങ്ങൾ ഇത് എന്താണ് ഇത് 300 കണ്ടിട്ടില്ലെങ്കിൽ 400 കറുപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ ഇപ്പൊ തൽക്കാലം 300 സെന്റിമീറ്റർ എന്ന് പഠിക്കാം. ഓപ്ഷൻസ് കിട്ടുന്ന സമയത്ത് 300 കണ്ടില്ലെങ്കിൽ നിങ്ങൾ 400 കറുപ്പിച്ചോണം, അതായിരിക്കും ഉത്തരം. തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയാണ്? 95.5 സെന്റിമീറ്റർ. നമ്മളെക്കാട്ടിലും കുറച്ച് മഴ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയാണ്? 95.9 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ മഴക്കുഴികളും കാര്യങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുവെ മഴ കുറവാണല്ലോ, അപ്പൊ അവർക്ക് കിട്ടുന്ന വെള്ളം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് എന്താണ് മഴക്കുഴികളും കാര്യങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ 300 സെന്റിമീറ്റർ, തമിഴ്നാട്ടിലാണെങ്കിൽ 95.9 സെന്റിമീറ്റർ ആണ് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴ എന്ന് പറയുന്നത്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ എത്രയാ? 44. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 44 നദികളാണ് കേരളത്തിലുള്ളത് എന്നുള്ളത്. എന്നാൽ തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം എത്രയാ? 14. തമിഴ്നാട്ടിൽ വെറും 14 നദികളെ ഉള്ളത്. കേരളം വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ നദികൾ കുറവാണ് അല്ലെ. കേരളത്തിലൂടെ ഒഴുകുന്നത് 44, പക്ഷെ തമിഴ്നാട്ടിലൂടെ 14 നദികളെ ഒഴുകുന്നുള്ളൂ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ്, അത് നമുക്കുള്ള എക്കൽ മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി, അതാണ് അടുത്ത നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സംഭവം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയി തരംതിരിക്കാം. എങ്ങനെയായിരുന്നു 3ആയി നമ്മൾ കേരളക്കരയിൽ തരംതിരിച്ചിരുന്നത്? കേരളക്കരയിൽ എന്ന പാഠത്തിൽ തരംതിരിച്ചിരുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശം. അതേപോലെ തന്നെയാണ് ഇവിടെയും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയി തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന്. ഓക്കെ അല്ലേ? അതില് ആദ്യം നമ്മൾ മലനാട് എന്താന്ന് പഠിക്കുന്നു. കേരളക്കരയിൽ നമ്മൾ മലനാടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടുമോ നമുക്ക് നോക്കാം. മലനാട് കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് എന്ത്? മലനാട്. അപ്പൊ കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളാണ് മലനാട്ടിൽ വരുന്നത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഖ്യപർവ്വത നിരയുടെ ഭാഗമാണ് എന്ത്? മലനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഖ്യപർവ്വത നിരയുടെ ഭാഗമാണ് മലനാട്. മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി. ഏതൊക്കെയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി എന്നിവയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്. മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ആ 3 കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. അപ്പൊ മലനാട്ടിൽ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇതൊക്കെയാണ് മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മൂപ്പര് ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. മൂപ്പര് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു വരുമാന സ്രോതസ്സിന്റെ പിതാവാണ്. ജോൺ ജോസഫ് മർഫി ആരാണ്? 1872 1957 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന ആള്. ജോൺ ജോസഫ് മർഫിയുടെ ജീവിത കാലഘട്ടം എത്രയാണ്? 1872 മുതൽ 1957 വരെ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ആര്? ഈ ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് അദ്ദേഹം. അയർലാൻഡ് സ്വദേശിയാണ്. ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി റബ്ബർ കൃഷി തുടങ്ങിയ വർഷം എന്നാണ്? 1902. ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം ചേർന്നിട്ട് പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് റബ്ബർ കൃഷി തുടങ്ങി.
ഏത് വർഷമാണ് തുടങ്ങിയത്? 1902 മൂപ്പര് റബ്ബർ കൃഷി തുടങ്ങിയത്. അതും എവിടെയാ തുടങ്ങിയത്? എന്താണ്, പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്ക് അടുത്താണ് അദ്ദേഹം റബ്ബർ കൃഷി ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തായിട്ട് ഏന്തയാറിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കോട്ടയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കോട്ടയം അച്ചായന്മാര്, കോട്ടയം കുഞ്ഞച്ചൻ, അതേപോലെ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരാളാണ്. കോട്ടയംകാരുടെ പ്രധാന ഒരു വരുമാന സ്രോതസ് അവിടെ കൃഷി കൂടുതലായിട്ടും എന്താണ്, റബ്ബറാണ്. കോട്ടയം റബ്ബർ അങ്ങനെ ഒക്കെ പറയില്ലേ, എന്താ നമ്മൾ ഫിലിമിനൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയാണ് ചെയ്യുന്നത് കേട്ടോ. കൃഷി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ റബ്ബറാണ് ചെയ്യുന്നത്. പിന്നീട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹം എന്താണ് ഈ മർഫി പിന്നീട് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു മൂപ്പര്. ഇത്രയാണ് മർഫിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്. അടുത്തത് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇടയിലാണ് ഇടനാട് ഉള്ളത്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം അതേതാണ്? ഇടനാടാണ്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതാണ്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, റബ്ബർ, ഏത്തവാഴ ഇവയൊക്കെയാണ്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, റബ്ബർ, ഏത്തവാഴ ഇതൊക്കെയാണ്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്താണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ് ഇതൊക്കെയാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിള ഏതാണ്? റബ്ബർ. റബ്ബറാണ് കേരളത്തിലെ പ്രധാന വാണിജ്യ വിള. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭാഗം ഏതാണ്? ഇടനാട്. ഇടനാടാണ് റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം എന്ന് പറയുന്നത്. ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം എന്നാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം മുതലാണ് ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം കേട്ടോ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം. അടുത്ത നമുക്ക് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് എന്ത്? തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരത്തിലല്ല തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിലെ മുഖ്യ വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, തെങ്ങ്. ഈ രണ്ടെണ്ണമാണ് മുഖ്യമായിട്ടും തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ്. നെല്ല് കൃഷിക്ക് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണും തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണുമാണ് കേട്ടോ. അപ്പോ നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണും തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണുമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് കേട്ടോ കുറച്ച്. ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി കൊടുത്ത, പിന്നെ മാത്രമല്ല മലയാളത്തിൽ അങ്ങനെ ഉപകരിക്കപ്പെട്ടാലോ എന്ന് വിചാരിച്ചു കൊടുത്തതാണ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. അതായത് കുംഭത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ടൈമിൽ കൃഷി ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കുപ്പയിലും മാണിക്യം, അതായത് നല്ല വിളവ് കിട്ടും എന്നുള്ള ഒരു അർത്ഥം വെച്ചിട്ടാണ് അത് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പഴഞ്ചൊല്ലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന. കുംഭത്തിൽ എന്ത് നട്ടാലും നല്ല വിളവ് കിട്ടും എന്നാണ് രണ്ടാമത്തെ പഴഞ്ചൊല്ലിന്റെ അർത്ഥം. അതായത് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന. മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. മീനത്തിൽ നട്ട് കഴിഞ്ഞാൽ മീൻ കണ്ണിനോളം, അതായത് വലിയ വിളവെടുപ്പും കാര്യങ്ങളൊന്നും മീനത്തിൽ എന്ത് നട്ടാലും കിട്ടത്തില്ല എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല, ഒരു പഴഞ്ചൊല്ലാണ്. തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. അപ്പോ ഇതൊക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളാണ്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു കൗതുകത്തിന്റെ പുറത്ത് കൊടുത്തതാണ്. കുംഭത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. കുംഭത്തിൽ മഴ പെയ്താൽ
കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. അടുത്തത് ഹൈഡ്രോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നോക്കാം. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു നൽകുന്നു. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ അത് വെള്ളത്തിൽ അലിയിച്ച് നൽകുന്നതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മളോ ഒക്കെ തന്നെ ചില ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് തൊണ്ടിടാറുണ്ട്, ചരലിടാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യലുണ്ടാവുമല്ലോ. അപ്പൊ അത് വേരുകൾക്ക് പടരാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം ചെയ്യുന്നത് കേട്ടോ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അടുത്തത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി നടപ്പാക്കുന്ന കൃഷിരീതിയാണ് എന്ത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് വല കൊണ്ടുള്ള കൃഷിരീതി. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി നടപ്പാക്കുന്ന കൃഷിരീതിയാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭം എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK എന്നാണ് അതിന് ഷോർട്ട് ഫോം കേട്ടോ. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് പറയുന്നത്. തേനീച്ച വളർത്തൽ, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കോണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഏതാണ്? സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ. ഏതാണ്? തേനീച്ച വളർത്തൽ, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കോണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ എന്ന് പറയുന്നത്. അടുത്തത് നൂതന കൃഷി രീതികൾ. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. എങ്ങനെ? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃതൃത കൃഷി, പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയൂ ട്ടോ. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃതൃത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി എന്താണ്? ഫെർട്ടിഗേഷൻ. എന്താ? വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയെ പറയുന്നത് എന്താണ്? ഫെർട്ടിഗേഷൻ. ഇനി കാർഷിക ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1 കേട്ടോ. അപ്പൊ അടുത്തല്ലേ നമ്മുടെ ചിങ്ങം 1 കഴിഞ്ഞത്. കാർഷിക ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത് ചിങ്ങം 1 തീയതിയാണ്. അപ്പോ ആ ഒരു ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോ നമ്മള് 6ാം ക്ലാസ്സുകാരുടെ 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പൊ പഠിച്ചത്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? കേരളത്തിൽ എത്തുന്ന അരിയുടെ ഏറിയ പങ്കും എത്തുന്നത് സീമാന്ധ്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നാണ്. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുൻപിലുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ് ഇവയൊക്കെ. തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, തീരദേശ മണ്ണ്.
കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ 300 സെന്റിമീറ്ററോളം. ഞാൻ പറഞ്ഞിരുന്നു, അഥവാ 300 സെന്റിമീറ്റർ ഓപ്ഷനിൽ കണ്ടിട്ടില്ലെങ്കിൽ 400 കറുപ്പിക്കുക. തമിഴ്നാട്ടിൽ ലഭിക്കുന്ന വാർഷിക മഴ 95.9 സെന്റിമീറ്റർ. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44. തമിഴ്നാട്ടിലാണെങ്കിൽ 14 എണ്ണം. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? കേരളത്തിന്റെ ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നും. അതിൽ മലനാടാണെങ്കിൽ കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ്. മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി. മലനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്താണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം. ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇനി ജോൺ ജോസഫ് മർഫി, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടമാണ് 1872 മുതൽ 1957 വരെ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് അദ്ദേഹമാണ്. അയർലാൻഡ് സ്വദേശിയാണ് ജോൺ ജോസഫ് മർഫി. സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി റബ്ബർ കൃഷി തുടങ്ങിയ വർഷമാണ് 1902. ഇനി പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. അടുത്തത് ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, റബ്ബർ, ഏത്തവാഴ. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്താ? ധാരാളമായി ലഭിക്കുന്ന മഴ, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിള റബ്ബറാണ്. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏതാണ്? ഇടനാട്. ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം ഏതാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഈ തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശമാണ്. തീരപ്രദേശങ്ങളിലെ മുഖ്യ വിളകൾ നെല്ല്, തെങ്ങ്. നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണ്. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ നെല്ല് കൃഷിക്ക് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണും തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായത് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണുമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ജസ്റ്റ് വെറുതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്താണ്. കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇനി ഹൈഡ്രോപോണിക്സ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു നൽകുന്നു. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഈ തൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേടാ? നമ്മുടെ തേങ്ങ, പലയിടങ്ങളിലും പലതാണോ പറയുന്നത് എനിക്കറിയില്ല. അതായത് നമ്മുടെ തേങ്ങ പൊളിക്കുമ്പോൾ കിട്ടുന്ന തേങ്ങയുടെ തൊണ്ടില്ലേ, പുറം ചട്ട, അതാണ് കേട്ടോ. ഇനി വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി നടപ്പാക്കുന്ന കൃഷിരീതിയാണ് എന്ത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭം എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. തേനീച്ച വളർത്തൽ, പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, പൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഏതാണ്? സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ. നൂതന കൃഷി രീതികൾ. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതി എന്താണ്? ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയും. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളകൾക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതി ഏതാണ്? കൃത്രിമ കൃഷി, അതായത് പ്രിസിഷൻ ഫാമിംഗ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? ഫെർട്ടിഗേഷൻ. കാർഷിക ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത് ചിങ്ങം 1-ാം തീയതി. ഇനി ഒരു ചെറിയ പാഠമാണ് കേട്ടോ 6-ാം ക്ലാസ്സിലെ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്നത്. വലിയ പോയിന്റ്സ് ഒന്നും അതിൽ പഠിക്കാനില്ല. ഇത് ചെറിയൊരു യൂണിറ്റ് ആണ് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമാണ് അതിൽ നോക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ എന്താണ്? ഉൽപാദനം.
അതായത് നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും പിന്നെ സേവനങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന പ്രക്രിയ എന്താണ്? ഉൽപാദനം എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടനം. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഭൂമിയും തൊഴിലും മൂലധനവും സംഘടന. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഇതൊക്കെ തന്നെ വേണം. ഭൂമി വേണം, തൊഴിൽ വേണം, മൂലധനം വേണം, സംഘാടനം വേണം. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടം. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമി നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? പാട്ടമാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം എന്താണ്? പലിശ. മൂലധനത്തിന് നമുക്ക് കിട്ടുന്നത് പലിശയാണ്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയുടെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെല്ലാം കൂടെ കൂടുമ്പോൾ എന്താണ്? സംഘാടനമാണ് കിട്ടുന്നത്. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റ് ആണ്. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഉൽപാദന യൂണിറ്റ് ആണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റും. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റ് ആണ്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റ് ആണ്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഏതാണ്? ഗാർഹിക യൂണിറ്റ് ആണ്. അപ്പൊ എന്താ ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടം. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശ. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയുടെ കൂട്ടിയോജിപ്പിക്കൽ എന്താണ്? സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി ആരാണ്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഉൽപാദന യൂണിറ്റ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതോ ഗാർഹിക യൂണിറ്റ്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റ്. ഈ ചാപ്റ്ററും തീർന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് നമ്മൾ SCERTയിലെ 4 ചാപ്റ്റേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സും 6ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സും നമ്മൾ തീർത്തിട്ടുണ്ട്. എല്ലാവരും നല്ല വ്യക്തമായിട്ട് പഠിക്കുക. ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഇതിൽ നിന്ന് നല്ലോണം ഒന്നും കൂടി ഒന്ന് വായിച്ച് പഠിക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക് മേടിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. LPSCക്ക് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക. ശ്രമിച്ചാൽ വിജയം നമുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു. ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും വിജയം കൈവരിക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. ഹാവ് എ നൈസ് ഡേ.